dears. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. നമ്മൾ പഠിച്ച ലോ ഓഫ് മാസ് ആക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം കിട്ടുന്നത്. എന്നാൽ നമുക്ക് നേരെ ഇനി ആ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. കൺസിഡർ എ ജനറൽ റിവേഴ്സിബിൾ റിയാക്ഷൻ AA plus BB giving CC plus DD. ഈ ഒരു റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ റിയാക്റ്റൻസ് ആയിട്ട് ആരൊക്കെയുള്ളത് എയും ബിയുമാണ് അല്ലേ. അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ ഫോർവേഡ് റിയാക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A. കോഎഫിഷ്യൻസിനെ നമ്മൾ പവറായിട്ടാണ് എഴുതുക അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആറിനെ RF എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. RF ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B എന്ന് എഴുതി. ഇനി ആ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ആവുമ്പോൾ ഇക്വേഷൻ എന്തായി മാറുന്നു? RF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ KF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഫോർവേഡ് റിയാക്ഷൻ ആണ് കേട്ടോ. ഫോർവേഡ് റിയാക്ഷൻ ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ KF എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ നോക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്റ്റൻസ് ആരൊക്കെയാണ് വരിക? ബാക്ക്വേർഡ് റിയാക്ഷൻ ആകുമ്പോൾ റിയാക്റ്റൻസ് Cയും Dയുമാണ് അല്ലേ. പ്രോഡക്ട്സ് ആണ് Aയും Bയും വരിക ബാക്ക്വേർഡ് റിയാക്ഷനിൽ. അപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? RB ഈസ് പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D. എഴുതിക്കൂടെ? അപ്പോൾ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാവും. RB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ പഠിച്ച കാര്യമാണ് at equilibrium rate of forward reaction is equal to rate of backward reaction അല്ലേ. ഇക്വിലിബ്രിയത്തിലെത്തുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്നു. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? RF is equal to RB എന്ന് പറയാം അല്ലേ. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ക്യാൻ ബി ഇക്വേറ്റഡ് ടു ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ചെയ്തൂടെ? അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? KF കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B ഇസ് ഈക്വൽ ടു KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D. ഈ ഇക്വേഷനിൽ ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളൂ? ആ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും റൈറ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. KF ബൈ KB ഈക്വൽ ടു എന്താ വരിക? KF ബൈ KB ഈക്വൽ ടു എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് C റേസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റേസ് ടു D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു B. ഇനി നമുക്കൊരു വ്യത്യാസം കൂടി വരുത്താം. KF എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. KB എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ രണ്ട് കോൺസ്റ്റൻറ്റുകളിലും ഡിവൈഡ് ചെയ്യുമ്പോൾ KF ബൈ KB എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു കോൺസ്റ്റൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതിനെ ഞാനിവിടെ KC എന്ന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇക്വേഷൻ ഇപ്പോൾ എന്തായിട്ട് മാറി? KC is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. Here KC is called equilibrium constant. മനസ്സിലായല്ലോ? KC is called എന്താ വിളിക്കുക? Equilibrium constant. ഈ ഒരു റിലേഷനെയാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. Law of chemical equilibrium states that at constant temperature, the ratio of product of concentration of the products to that of the reactants in which each concentration terms raised to a power which is equal to the stoichiometric coefficients in the balanced chemical equation has a constant value. ഈ സ്റ്റേറ്റ്മെൻറ്റ് അർത്ഥം മനസ്സിലായോ? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് A ടു B എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A ബൈ B, A ഡിവൈഡഡ് ബൈ B എന്നാണ് റേഷ്യോ ഓഫ് A ടു B എന്ന് പറഞ്ഞ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദി റിയാക്റ്റൻസ്.
അതായത് ഇവിടെ തന്നിരിക്കുന്ന എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ്. അതായത് ഇവിടെ പ്രോഡക്റ്റുകൾ സിയും ഡിയും ആണ് അല്ലേ? ആ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ആണ്. അതാണ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് ഗുണനഫലം. പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലവും ഡിവൈഡഡ് ബൈ ആരുടെയാണ്? റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലത്തിൻ്റെയും റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഇനി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കോൺസെൻട്രേഷൻ ടേംസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേംസ് raised to a power which is equal to the stoichiometric coefficients in the balanced chemical equation. അതായത് ഓരോ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ മേലെയും ഓരോ പവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേമിൻ്റെ മേലെ സ്മോൾ ലെറ്റർ സി ഉണ്ട് അല്ലേ? ഡി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേമിൻ്റെ മുകളിലുള്ള പവറാണ് സ്മോൾ ലെറ്റർ ഡി. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ സി, ഡി, എ, ബി എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലുള്ള കോയിഫിഷ്യൻസ് ആണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻസ് ആണ് അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഭാഗം. ഈച്ച് കോൺസെൻട്രേഷൻ ടേം റേസ് ടു എ പവർ. ഓരോ കോൺസെൻട്രേഷൻ ടേമും ഒരു പവറിൽ റേസ് ചെയ്തിട്ടുണ്ട്. റേസ് ടു എ പവർ ഇൻ വിച്ച് it is equal to the stoichiometric coefficient in the balanced chemical equation. അപ്പോൾ ഇതുവരെയുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ തന്നിരിക്കുന്ന റേഷ്യോ ആണ് പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റും ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റും. അവരുടെയൊക്കെ പവർ എന്ന് പറയുന്നത് കോയിഫിഷ്യൻസ് ആണ്. ഇനി ഈ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ദാറ്റ് ഈ സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ഇസ് ഈക്വൽ ടു കെ എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ അതുതന്നെയാണ് ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ ഓഫ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദി റിയാക്റ്റൻസ് in which each concentration term raised to a power which is equal to the stoichiometric coefficients in the balanced chemical equation has a constant value. ഈ റേഷ്യോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതാണ് നമ്മുടെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം പറയുന്നത്. എന്നാൽ ഇനി നമുക്ക് ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡെഫിനേഷൻ എന്താ നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ കണ്ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അതായത് ന്യൂമറേറ്ററിൽ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റും ഡിനോമിനേറ്ററിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റും അല്ലേ? അതിൽ ഓരോ കോൺസെൻട്രേഷൻ ടേംസിൻ്റെയും പവറായിട്ട് അവരുടെ കോയിഫിഷ്യൻസും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാലോ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദ പ്രോഡക്റ്റ് to that of the reactants with each concentration term raised to the power equal to its stoichiometric coefficient in the balanced chemical equation. അപ്പോൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്. എന്തിൻ്റെ റേഷ്യോ? പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് ടു ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമ്മളിപ്പോൾ കണ്ടതാണ് എന്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്നുള്ളത്. അപ്പോൾ ഈ കെ സി റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് നമ്മളിവിടെ പ്രോഡക്ട്സിനെയും റിയാക്റ്റൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മൾ ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണെന്ന് വിചാരിക്കുക. അവിടെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക പ്രഷറിനാണ് അല്ലേ? പ്രഷർ കൂടുന്നതിനനുസരിച്ചാണ് അവിടെ റേറ്റിന് വേരിയേഷൻ വരിക. അതുകൊണ്ട് തന്നെ ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസിൻ്റെ കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പ്രഷറിൻ്റെ ടേംസിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോണത് എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പ്രഷറിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. കോൺസെൻട്രേഷൻ്റെ ടേംസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്? കെ സി എന്നായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി പ്രഷറിൻ്റെ ടേംസിലാവുമ്പോൾ നമ്മളിത് ചെറിയൊരു വ്യത്യാസം വരുത്തി എഴുതും, കെ പി എന്നെഴുതും. അപ്പോൾ കെ പി എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. അപ്പോൾ നമുക്കിനി നോക്കാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി. നമുക്ക് നമ്മുടെ റിയാക്ഷൻ എടുക്കാം. എ പ്ലസ് ബി ബി ഗിവിങ് സി സി പ്ലസ് ടി ഡി. ഈ റിയാക്ഷൻ്റെ കെ സി എഴുതാൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? എങ്ങനെ എഴുതുക? പ്രോഡക്ട്സിൻ്റെ
കോൺസെൻട്രേഷൻ്റെ പ്രോഡക്ട്സ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതും. അതായത് ഇവിടെ പ്രോഡക്റ്റ് സിയും ഡിയും ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ പ്രഷറിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതാം? കെ സി എന്നതിന് പകരം നമ്മൾ എങ്ങനെ എഴുതും? കെ പി എന്ന് എഴുതും. കെ പി ഇസ് ഈക്വൽ ടു partial pressure of C raised to C into partial pressure of D raised to D divided by partial pressure of A raised to A into partial pressure of B raised to B. ഈ പി സി, പി ഡി, പി എ, പി ബി എന്നൊക്കെ പറയുന്നത് പാർഷ്യൽ പ്രഷറാണ്. എന്താണ് ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോ ഗ്യാസിൻ്റെയും ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രഷറിൻ്റെ ടേംസിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന നമ്പർ കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നോക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ? അപ്പോൾ അതിൽ നിന്ന് പി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി എന്ന് നമുക്ക് എഴുതാം. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പോൾ എൻ ബൈ വി നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം എന്നുള്ളതിനെ നമുക്ക് കോൺസെൻട്രേഷൻ സി എന്ന ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇത്രേ ചെയ്യുന്നുള്ളൂ. എൻ ബൈ വിക്ക് പകരം നമ്മൾ സി എന്ന് എഴുതുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറി? പി ഈസ് ഈക്വൽ ടു സി ആർ ടി എന്നായി. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, സി കോൺസെൻട്രേഷൻ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എയുടെ പാർഷ്യൽ പ്രഷർ പി എ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പി എ ഇസ് ഈക്വൽ ടു സി എ ആർ ടി. സിമിലർലി പാർഷ്യൽ പ്രഷർ ഓഫ് ബി, പി ബി ഈക്വൽ ടു സി ബി ആർ ടി എന്ന് എഴുതാം. പി സി ഈക്വൽ ടു സി സി ആർ ടി, അതുപോലെ പി ഡി ഈക്വൽ ടു സി ഡി ആർ ടി എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പി എ, പി ബി, പി സി, പി ഡി ഈ വാല്യൂസ് നമുക്ക് കിട്ടിയില്ലേ, അത് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. ഇക്വേഷൻ നമ്പർ 2 ഏതാണെന്ന് എഴുതിയിട്ടില്ലേ? നോക്കൂ, ഏതാണ് ഇക്വേഷൻ നമ്പർ 2? അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? പി സി എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയിരിക്കുന്നത് സി സി ആർ ടി എന്നാണ്. അപ്പോൾ പി സി റേസ് ടു സി എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? സി സി ആർ ടി റേസ് ടു സി ഇൻറ്റു പി ഡി എന്നുള്ളതിനെ നമ്മൾ സി ഡി ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ ആർ ടി റേസ് ടു എ ഇൻറ്റു സി ബി ആർ ടി റേസ് ടു ബി. നമ്മളൊന്നും ചെയ്തിട്ടില്ല, വളരെ എളുപ്പമാണ്. ആ പി സിയുടെ സ്ഥാനത്ത് ഈ സി സി ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പി ഡിയുടെ സ്ഥാനത്ത് സി ഡി ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പി എയുടെ സ്ഥാനത്ത് ഈ വാല്യൂ, പി ബിയുടെ സ്ഥാനത്ത് ഈ വാല്യൂ, അങ്ങനെ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ മാത്സ് പഠിച്ചപ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ദറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ? ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുത്താം. സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി. ഇനി ഈ രണ്ട് ഇതിലും കോമൺ ആയിട്ട് ടേം ഉണ്ട് ആർ ടി അല്ലേ? ഇവിടെ ആർ ടി റേസ് ടു സി ഉണ്ട്, ഇവിടെ ആർ ടി റേസ് ടു ഡി ഉണ്ട്. അപ്പം നമുക്ക് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് എഴുതുന്ന പോലെ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി ഇസ് ഈക്വൽ ടു ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആർ ടി റേസ് ടു സി പ്ലസ് ഡി. അതുപോലെ ഡിനോമിനേറ്ററിലും നമ്മൾ അതുപോലെ തന്നെ എഴുതുകയാണ്. സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു എ പ്ലസ് ബി. ഇനി നിങ്ങൾക്കറിയാം എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. ഇത് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണെന്നും എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ ആണ്. അത് അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഉണ്ട്, ഡിനോമിനേറ്ററിൽ ആർ ടി റേസ് ടു എ പ്ലസ് ബി ഉണ്ട്. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ എന്നുള്ള ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ആർ ടി റേസ് ടു സി പ്ലസ് ഡി ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതും? ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി.
അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഇക്വേഷൻ്റെ പുതിയ ഫോം കണ്ടില്ലേ? കെ പി സി ഈക്വൽ ടു സി സി റേസ് ടു സി ഇൻറ്റു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ സി എ റേസ് ടു എ ഇൻറ്റു സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഇവിടെ ഈ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് അല്ലേ? സ്മോൾ സിയും സ്മോൾ ലെറ്റർ ഡിയും എന്തായിരുന്നു? നമ്മുടെ കോഎഫിഷ്യൻസ് ആയിരുന്നു, അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് ആയിരുന്നു. അതുപോലെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നുള്ളതിനെ ഡെൽറ്റ എൻ എന്ന് പറയുന്നൊരു ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. മനസ്സിലായല്ലോ? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ ഡെൽറ്റ എൻ എന്ന് പറയുന്നൊരു ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. ഇനി നോക്കൂ, ഈ ഭാഗം നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? എവിടെ കണ്ടിരിക്കണേ? നമ്മളിങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ട് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അത് നമ്മൾ എന്താ ചെയ്തത്? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പമായി ഈ മൊത്തം ഈ ടേമിനെ നമുക്ക് കെ സി കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ മനസ്സിലായല്ലോ അല്ലേ? സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബിക്ക് പകരമാണ് നമ്മൾ ഡെൽറ്റ എൻ എന്ന് എഴുതിയത്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഈ റിലേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, കെ പിയും കെ സിയും തമ്മിലുള്ളത്. കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ആദ്യത്തേത് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. An equilibrium in which the substances involved are present in same phase are called homogeneous equilibrium. എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇക്വിലിബ്രിയത്തിലുള്ള എല്ലാ സബ്സ്റ്റൻസസും റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അത്തരം ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുക. ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കത് ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ആവും. N2 plus 3H2 giving 2NH3. In this example, both N2, H2 and NH3 are gases. അല്ലേ? N2ഉം H2ഉം NH3ഉം എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. എല്ലാവരും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. സെക്കൻഡ് എക്സാമ്പിളിലും അതുപോലെ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതും ഹോമോജീനിയസ് ഇക്വിലിബ്രിയത്തിന് മറ്റൊരു ഉദാഹരണമാണ്. ഇനി നമുക്കിനി ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഹെട്രോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഡിഫറെൻ്റ് എന്നാണ്. അപ്പോൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസസ് ഇസ് കോൾഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. അതായത് ഈ ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്റ്റൻസും അതേപോലെ പ്രോഡക്റ്റുകളൊക്കെ വ്യത്യസ്ത ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. എല്ലാവരും ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലല്ല, വ്യത്യസ്തമായ ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. എക്സാമ്പിൾ, CaCO3 gives CaO plus CO2. ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. കാൽഷ്യം കാർബണേറ്റും അതേപോലെ കാൽഷ്യം ഓക്സൈഡും അവർ രണ്ടുപേരും സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? പക്ഷേ കാർബൺ ഡയോക്സൈഡ് വാതകമാണ്, ഗ്യാസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. H2O സോളിഡ് ഗിവിങ് H2O ലിക്വിഡ്. അതായത് മെൽറ്റിംഗ് ഓഫ് ഐസിൻ്റെ ഒരു ഇക്വേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഇക്വിലിബ്രിയം റിയാക്ഷനും ഒരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയമാണ്. കാരണം എന്താണ്? ഇവിടെ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള H2O സോളിഡ് സ്റ്റേറ്റിലും പ്രോഡക്റ്റ് ആയിട്ടുള്ള H2O ലിക്വിഡ് സ്റ്റേറ്റിലുമാണ്. അങ്ങനെ റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം വ്യത്യസ്ത ഫേസുകളിലാണ്, വ്യത്യസ്ത ഫിസിക്കൽ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇക്വിലിബ്രിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്ന് ഇത്ര മതി. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.